ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ ബസ് ഇവിടെ ദൂരെ കാണാം. അപ്പോൾ നമ്മളൊരു ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ബസ്സിൽ സ്റ്റോറി മോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ബസ് നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല, ഒട്ടും ബ്രേക്കില്ല. അപ്പോൾ നമ്മളൊന്ന് വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാം. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക്ഷോപ്പിലേക്കല്ല പോകുന്നത്, ആദ്യം നമുക്കൊന്ന് വണ്ടി ഒന്ന് കഴുകണം. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ എന്തായാലും എൻജിൻ ഭാഗത്തും ടയറിൻ്റെ ഭാഗത്തും നല്ലോണം ചടി ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് വണ്ടി വാഷ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് പണിയെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പതുക്കെയാണ് പോകുന്നത്, കാരണം ബ്രേക്ക് അങ്ങനെ ചവിട്ടിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒന്നാമതേ ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയാണ്, അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവം ഒന്ന് കുറച്ച് ചവിട്ടി കഴിഞ്ഞാലായിരിക്കും നമുക്ക് നിൽക്കുക, ശരിക്കുള്ളൊരു ബ്രേക്കാണെങ്കിൽ. പക്ഷേ ബ്രേക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ തീരെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളൊന്നത് സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഫുൾ പവറാക്കും. അപ്പോൾ ബ്രേക്കിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. ഇതപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു ബസ്സിന് മുമ്പിൽ വട്ടം ചാടാൻ പോയതാണ്. ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള ചില സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മാറ്റാതെ രക്ഷയില്ലാന്ന് തോന്നിയതാണ് നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റിന് മുന്നെടുത്താണ്. അപ്പോൾ അപ്ഡേറ്റ് ഒരു പഴയ ഒരു രീതിക്കുള്ളതായിരിക്കും നമ്മുടെ ഒരു കാഴ്ചയിലൊക്കെ കാണുക. അതാണ് നമ്മളിപ്പോൾ APKയുടെ ഒരു സംഭവമാണിത്. ഇതിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വാട്ടർ സർവീസിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് മുന്നേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും, അതായത് ഇതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത്, റിക്വസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും കുറ്റോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാം. ചിലതൊന്നും എൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതല്ല. എന്നാലും വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്, അതായത് നമ്മുടെ ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം എങ്ങനെയെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വാട്ടർ സർവീസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടി കഴുകിയിട്ടാണ് ഇനി വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ക്ലീനിങ് ആണ്, അതായത് എൻജിൻ അടക്കം എല്ലാം നമ്മൾ കഴുകുന്നുണ്ട്. ഫുള്ള് വൃത്തിയാക്കലാണ് പരിപാടി. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഒരു മെഷീൻ്റെ അങ്ങോട്ട് നമ്മൾ വണ്ടി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, നമ്മുടെ വണ്ടി വേഗം നമുക്ക് അവർ കഴുകി തന്നിട്ടുണ്ട്. വലിയൊരു തിരക്കൊന്നുമില്ല പ്രാവശ്യം എന്തായാലും വാട്ടർ സർവീസിൻ്റെ അവിടെ. അപ്പോൾ ഒരു വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം സംഭവം കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മളിനി നേരെ വർക്ക്ഷോപ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വാട്ടർ സർവീസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ എന്തായാലും പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് 2-3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് ഫുൾ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പതുക്കെ പതുക്കെ ആയിരിക്കും പോവുക. നമ്മൾ ലോ ഗിയറൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഒരു പോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഫുൾ ഇറക്കമാണ്, കയറ്റം കുറവാണ്. കയറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും കയറ്റം വരുന്നത്. അങ്ങനെ കയറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കട്ട് ചെയ്തിട്ടാണ്, കാരണം അധികം ലാഗ് അടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടില്ലേ, വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ മൊത്തം ബ്ലോക്കാണ്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു പാലം കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് പാലത്തിൻ്റെ മുകളിൽ കയറി കണ്ടില്ലേ, ഒരു പാടം കടന്നിട്ട് നേരെ വർക്ക്ഷോപ്പ് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു പോരായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ണിൽ പെടില്ല. അപ്പോൾ കുറച്ച് നമ്മൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വണ്ടി അവിടെ അകത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ഇല്ല. തിരക്കില്ല എന്നല്ല, ഒട്ടും തിരക്കില്ല. അപ്പോൾ 1 മണിക്കൂർ എന്തായാലും കഴിയുമെന്നാണ് പറയുന്നത്, കാരണം നമ്മുടെ 4 ബ്രേക്കും പോക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. 1 hour later. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ബസ് കണ്ടില്ലേ, 4 ടയർ വെച്ച് നമ്മൾ നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ബ്രേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് ടെസ്റ്റും കൂടി ചെയ്യണം, നമ്മൾ ബ്രേക്ക് കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോയെന്ന്. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു
ക്ലീനായി ഇരിക്കുകയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം വർക്ക്ഷോപ്പിലുള്ളവർക്കൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളൊക്കെ ആരെങ്കിലും ബസ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത് ഭയങ്കര നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് വണ്ടിയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മളോട് എയർ കയറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ ബ്രേക്കൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് വർക്കാവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ എയറൊക്കെ പോയപ്പോൾ ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ എയർ കയറ്റാൻ വേണ്ടി കുറച്ച് റേസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം റേസ് ചെയ്ത് പിടിച്ചാൽ വേഗം നമുക്ക് ഫുള്ളാവും, എയർ ഫുള്ളാവും. എന്നാലേ നമുക്ക് ബ്രേക്ക് നേരം പോലെ കിട്ടുള്ളൂ. നമ്മൾ എയറൊക്കെ ഫുള്ളാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കിനി ടെസ്റ്റ് ഡ്രൈവ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഞാനല്ല ഓടിക്കണത്, അപ്പോൾ വർക്ക്ഷോപ്പിലെ ചേട്ടനാണ് ഓടിക്കണത്. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വർക്ക്ഷോപ്പിന് പുറത്തിറങ്ങിയിട്ട് നമ്മളൊന്ന് റോഡിലേക്ക് ഒന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ജെറ്റ് ബസ്സിൻ്റെ കാര്യം അറിയില്ല, അത്യാവശ്യം ബ്രേക്ക് കുറവുള്ള വണ്ടിയാണ്. എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ സ്പീഡിൽ പോയിട്ട് ഒരു ഒറ്റ ചവിട്ടി ഓട്ടാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ബ്രേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അകത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ അറിയുന്നുണ്ട് ബ്രേക്ക് ഓട്ടുമ്പോഴും. വർക്ക്ഷോപ്പിലെ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ച് കയറുകയാണ്. കുറച്ചും കൂടി ഒന്ന് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി പവർ വരും. അപ്പോൾ നമ്മൾ അകത്തേക്ക് തന്നെ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ബസ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്യാനുള്ളതൊക്കെ ടൈറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ബസ്സിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ബില്ല് കൊടുക്കുകയാണ്. നമ്മളങ്ങനെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഒരു ബസ് ഇപ്പോൾ നല്ല ബ്രേക്കൊക്കെ റെഡിയായി നമ്മുടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു വീഡിയോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റോ കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.